Hi dear friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിപ്പോൾ ഒരുപാട് എയർ ഫ്രൈ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറേ സംശയങ്ങളും ചോദ്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് സംശയങ്ങളുടെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത് എയർ ഫ്രയർ യൂസ് ചെയ്യുന്നത് സേഫാണോ, ഇതിലേതൊക്കെ പാത്രങ്ങൾ യൂസ് ചെയ്യുക, കറണ്ട് ബില്ല് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇട്ടിട്ടുള്ള ഒരുപാട് വീഡിയോയിൽ ആൾക്കാർ ചോദിച്ചത് ഇതിൽ കുക്ക് ചെയ്യുന്നത് സേഫാണോ എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ സേഫ്റ്റീനെ പറ്റി സംസാരിക്കാനായിട്ട് ആധികാരികമായിട്ട് ഞാൻ ആരുമല്ല. പല വീഡിയോസിൽ ഡോക്ടേഴ്സ് ഇട്ടിട്ടുള്ള റിവ്യൂസ് കണ്ടിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് വായിച്ച് മനസ്സിലാക്കിയിട്ടുമാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഞാനിത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 വർഷത്തിനും മുകളിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യതാ ഞാൻ എയർ ഫ്രയർ വലിച്ചിട്ട് തുറന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ബട്ടൺ അങ്ങോട്ട് നീക്കി ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു ട്രേ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുള്ളൊരു ട്രേ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മേലുള്ള ആ ട്രേയും അതെ, രണ്ടും നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ കോട്ടിങ് കൊടുത്തിട്ടുള്ളൊരു ട്രേ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ഇതിനകത്ത് ഒരു കോയിലുണ്ട്. ഇതാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. ഈ കോയിലിൻ്റെ അടിയിലായിട്ട്, അതായത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതാ ഒരു ഫാന് കാണാം. അപ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ കോയിൽ നന്നായിട്ട് ചൂടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഫാൻ കറങ്ങാനും തുടങ്ങും. അപ്പോൾ ആ കോയിലിൽ ജനറേറ്റ് ചെയ്യുന്ന ആ ചൂടിലാണ് നമ്മളുടെ ഫുഡ് കുക്കാവുന്നത് കേട്ടോ. അപ്പോൾ ആ കോയിൽ ചൂടായതിന് ശേഷം ആ ഫാന് നന്നായിട്ട് കറങ്ങുമ്പോൾ നമ്മളിതിൽ വെക്കുന്ന ഫുഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിട്ടാണ് നമ്മളുടെ ഫുഡ് കുക്കായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ബോഡിക്ക് പ്രത്യേകിച്ച് ഹാംഫുൾ ആയിട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുമ്പോൾ ചില കെമിക്കൽസ് അതിൽ ഫോം ചെയ്യും. അത് നമ്മളുടെ ശരീരത്തിന് നല്ലതല്ല. അത് എയർ ഫ്രയറിൻ്റെ പ്രോബ്ലം അല്ല. നമ്മൾ എണ്ണയിൽ വറുത്താലും മൈക്രോവേവ് ചെയ്താലും അതുപോലെ തന്നെ അവനിൽ വെച്ചാലും പിന്നെ എയർ ഫ്രയറിൽ ചെയ്താലും ഏതിൽ ചെയ്താലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു രീതിക്കനുസരിച്ച് കുക്ക് ചെയ്താൽ നമ്മുടെ ഹെൽത്തിന് യാതൊരു പ്രോബ്ലം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത എല്ലാവരുടെയും ഒരു സംശയമാണ് ഇതിൽ യൂസ് ചെയ്യാനുള്ള പാത്രങ്ങൾ. ഇതിൽ നമുക്ക് കേക്ക് ബിൻ യൂസ് ചെയ്യാം, അതായത് അലൂമിനിയത്തിൻ്റെ കേക്ക് ബിൻ യൂസ് ചെയ്യാം. പിന്നെ സിറാമിക്കിൻ്റെ കപ്പുകൾ, ബൗൾസ് എല്ലാം അത് യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് അവൻ സേഫുമാണ് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ സിലിക്കൻ്റെ ട്രേ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് എയർ ഫ്രയറിൽ യൂസ് ചെയ്യാൻ വളരെ ഉപകാരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ട്രേ വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ പോവാതിരിക്കാനും നമുക്കിത് പ്രത്യേകിച്ച് എയർ ഫ്രയർ അങ്ങനെ പെട്ടെന്ന് നാശമാവില്ല. ഈ താഴത്തെ ട്രേയിലേക്കൊന്നും ഒന്നും ആവില്ല. ഇത് നമ്മൾ ഈ ഒരു ട്രേ ഒന്നും വെക്കാതെ ആകുമ്പോൾ എല്ലായിടത്തേക്കും ആയിട്ട് അതിൽ എണ്ണ മെഴുക്കും ഒക്കെ താഴത്തെ ട്രേയിലും അതുപോലെ തന്നെ ഈ മേലെയുള്ള ട്രേയിലും ഒക്കെ ആവും. ഇതിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇത് റീയൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിലതുപോലെ തന്നെ നമുക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. പാച്ച്മെൻറ്റ് പേപ്പേഴ്സ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഫോയിൽ പേപ്പറും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊക്കെ ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉണ്ടല്ലോ, സിലിക്കൻ്റെ ഈ ഒരു ട്രേ ഇല്ലയെന്ന് വെച്ചിട്ട് ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു താഴത്തെ ട്രേയിൽ നമ്മളൊരു പാച്ച്മെൻറ്റ് പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഇനി അതല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ആണെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിലാദ്യം അതൊന്ന് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു മറ്റേ ട്രേ അതിൻ്റെ മേലെ വെച്ചിട്ട് അതിൽ ഫുഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ അതിന് മാത്രം ഒന്നും അങ്ങ് ക്ലീൻ ചെയ്യേണ്ടി വരില്ല കേട്ടോ. ഒരുപാട് അങ്ങ് മെഴുക്കും ഇതൊക്കെ നമ്മൾ ആ ഫോയിൽ പേപ്പറിൽ തന്നെ ആയി കിട്ടും. ഇനി അടുത്തൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾ ചോദിച്ചതാണ് ഇതെങ്ങനെ ലാസ്റ്റിംഗ് ആണോ, ഇതിൻ്റെ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. ഈ ഏതൊരു സാധനം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷത്തിനും മേലെയായി. ഓരോ പ്രാവശ്യത്തെ യൂസ് ചെയ്യൽ കഴിഞ്ഞിട്ട് ഞാനിത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒക്കെ അതുപോലെ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന കാരണം ഇത്രയും കാലമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളതും ഇതുപോലെ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം.
ഇനി അടുത്തത് നമ്മൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇത് നമ്മൾ ഈ മേലത്തെ ട്രേ അങ്ങ് മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ, ഈ താഴത്തെ ഭാഗത്തുള്ളതിലാണ് അധികവും മെഴുക്കും അതുപോലെ തന്നെ ഫുഡിൻ്റെ ഇതൊക്കെ കിടക്കുക. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കൊണ്ട് ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് കഴുകിയെടുക്കുക. അതുപോലെ തന്നെ ഈ ട്രേയിലും നമ്മളൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് വെള്ളം ഒന്നുകിൽ തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് കമഴ്ത്തി കുറച്ച് സമയം വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് അങ്ങ് ചൂടാക്കിയെടുത്ത വെള്ളമൊക്കെ പോകും. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ എന്തായാലും ഈ കോയിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശവും ഒക്കെ നന്നായിട്ട് വെള്ളം മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് താഴെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് വെള്ളമില്ലാത്തൊരു തുണി കൊണ്ട് വീണ്ടും ഒന്ന് തുടച്ചെടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി കേട്ടോ. ഇത് മാത്രം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വൃത്തിയാക്കിയാൽ മതി. അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിട്ട എല്ലാ വീഡിയോയിലും ഒത്തിരി ആളുകൾ ചോദിച്ചതാണ് കറണ്ട് ബില്ല് എങ്ങനെയാണ്, ഇതിന് ഒരുപാട് കറണ്ട് വേണോ എന്നുള്ളതൊക്കെ കേട്ടോ. ഇതിന് കറണ്ട് ചാർജ് വളരെ കുറവാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യണം, എനിക്കങ്ങനെ ഓവർ ബില്ലൊന്നും വന്നിട്ടില്ല. ഞാൻ നാട്ടിൽ തന്നെയുള്ള ആൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ 1 മണിക്കൂർ യൂസ് ചെയ്യുകയാണെങ്കിൽ 1.5 യൂണിറ്റ് കറണ്ട്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചിക്കനും മീറ്റും ഒക്കെ വെക്കുകയാണെങ്കിൽ പോലും അരമണിക്കൂർ കൂടുതലൊന്നും നമ്മൾ വെക്കില്ല. പിന്നെ ദിവസം നമ്മൾ എയർ ഫ്രയർ യൂസ് ചെയ്യത്തുമില്ല. സ്ഥിരമായിട്ട് എയർ ഫ്രയർ ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഇതിന് കറണ്ട് ബില്ല് വളരെ കുറവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നില്ല. എങ്ങനെ വന്നാലും ഒരു അരമണിക്കൂർ കൂടുതൽ നമ്മൾ എങ്ങനെയായാലും ഒരു ദിവസം യൂസ് ചെയ്യില്ല. അപ്പോൾ കറണ്ട് ബില്ലിനെ കുറിച്ച് പേടിക്കാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ ഓൺ ചെയ്യുന്നത്, അതുപോലെ ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് എന്നൊന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ സൈഡിലുള്ള ബട്ടൺ വെച്ച് ഓൺ ചെയ്ത് എന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഇതിൽ തന്നെ ഓരോന്ന് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇട്ടുണ്ടോ. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ 3 ഡോട്ട് പ്രസ് ചെയ്താൽ കണ്ടോ, ഓരോന്നിലേക്കും അങ്ങനെ പോകും. ഫിഷാണോ ചിക്കനാണോ ഏതാ വേണ്ടത് വെച്ചാൽ അത് നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അതിലേക്ക് തന്നെ പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ചിക്കനും ഫിഷും ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. മാനുവലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിന് എത്ര ഡിഗ്രിയാണ് എത്ര ടൈമാണെന്ന് നമ്മൾ വെച്ച് കൊടുക്കണം. ഈ ഏരോ മാർക്ക് കണ്ടോ, ഇത് മേലോട്ട് എത്ര ടൈം എന്നുള്ളതാണ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ഏരോ മാർക്ക് വെച്ചിട്ട് നമുക്ക് എത്ര ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ളതാണ് കേട്ടോ. ഞാൻ സാധാരണയായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോയിലൊക്കെ മാനുവൽ മോഡിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത്ര ഡിഗ്രി ആദ്യം വെച്ച് നോക്കിയിട്ട് ഇനി കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും കൂട്ടി കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഓഫ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മാനുവൽ മോഡിൽ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ ഷെയർ ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.